ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള സുവിശേഷം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആന്തരികാർത്ഥത്തിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ പിതാവിൻ്റെ ഹിതം അത് ഈ ഭൂമിയിലേക്ക് കടന്നു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെയധികം നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സന്തോഷം, നമ്മുടെ സുഖം അതുമാത്രമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ ഹിതം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിലും പലപ്പോഴും നമ്മളത് ഒഴിവാക്കുകയാണ് പതിവ്. നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളിലും അവരെ ജീവിക്കുന്നത് ഈ പിതാവിൻ്റെ ഹിതമനുസരിച്ചാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ വളരെയധികം രോഗാവസ്ഥയിലായിരുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അപ്പോൾ ക്യാൻസർ വന്ന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ സഹോദരി ഇടയ്ക്ക് വെച്ച് അസുഖത്തിൽ നിന്നൊക്കെ മോചനം ലഭിച്ചു എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് പറയുകയാണ്, ഈശോയ്ക്കിപ്പോൾ എന്നെ ആവശ്യമില്ല, അതുകൊണ്ട് ഈ രോഗത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് എന്നെ മോചിച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ രോഗം പിടിപെട്ട് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലായി. അവസാനം മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സന്തോഷത്തോടുകൂടി പറയുകയാണ്, ഇപ്പോൾ ഈശോയ്ക്ക് എന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സഹോദരി മരണത്തിന് കീഴടങ്ങി. എത്രയേറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടായപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ആ സ്ത്രീക്ക് സാധിച്ചു, ആ സഹോദരിക്ക് സാധിച്ചു. ഇത്തരത്തിലുള്ള ഒത്തിരി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൂടുതൽ ആയിട്ട് നമ്മൾ കാണുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെയാണ്. അവിടെയെല്ലാം പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ നോമ്പുകാലത്തിലെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഹിതം ഈ ലോകത്തിലേക്ക് അങ്ങ് കൊണ്ടുവരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.